ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 9 എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ ശുഭ ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 5-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം രസകരമായ ഒരു അധ്യായമാണ്. കാരണം ഈ അധ്യായത്തിൽ വകയില്ലാത്തവൻ്റെ വകയെക്കുറിച്ചാണ് പറയുന്നത്. വകയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കാനായിട്ടൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ അവന് വകയില്ല. എന്തു ചെയ്യണം? അവന് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമനുസരിച്ച് ഒരു കുറുപ്രാവിനെ കൊണ്ടുവരാം. അയ്യോ, പ്രാവിനെ വാങ്ങിക്കാനും കാശില്ല. എന്നാൽ ഒരു കാര്യം, ഒരു പിടി മാവ് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പിടി മാവ്. എല്ലാവരും എന്തെങ്കിലും ആഹാരം കഴിക്കുന്നവരാണല്ലോ. യഹൂദന്മാരെ സംബന്ധിച്ച് ഗോതമ്പ് ഇടിച്ച് പൊടിച്ച് മാവ് കൊണ്ടാണ് അവർ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു പിടി മാവ് ദൈവസന്നിധി കൊണ്ടുവരുവാനും കഴിയാത്ത ദരിദ്രനില്ല. അതാണ് വകയില്ലാത്തവൻ്റെ വകയെന്ന് പറയുന്നത്. നിർധനനായതുകൊണ്ട് ചെയ്തു പോയ പാപത്തിൻ്റെ ശക്തിയൊന്നും കുറയുന്നില്ല. പാപമാണ്. ധനവാൻ ചെയ്താലും പാപമാണ്, ദരിദ്രൻ ചെയ്താലും പാപമാണ്. അതിൻ്റെ ഗൗരവമുണ്ട്. പിന്നെ ധനവാൻ ചെയ്യുമ്പോൾ അവന് കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്. കാരണം അവനത് ചെയ്യേണ്ടത് യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവൻ ചിലപ്പോൾ സാഹചര്യത്തിൽ നിർബന്ധം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടും അത് പാപമാണ്. സാഹചര്യമൊന്നും പാപത്തെ നീതീകരിക്കുകയില്ല. പാപത്തിന് മോചനം യാഗം വഴി തന്നെ കണ്ടെത്തണം. വേറെ യാതൊരു മാർഗ്ഗവുമില്ല. ആര് ചെയ്താലും യാഗത്തിന് അർപ്പിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ യാഗവസ്തു ഒരു കുറുപ്രാവാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ അതുപോലും അർപ്പിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾ ദരിദ്രന്മാരുണ്ട്. അവർക്ക് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി അർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയല്ലേ അത്? പണമില്ലാത്തത് കൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ദൈവം ഒരിക്കലും ഒരുക്കിയിട്ടില്ല. അങ്ങനെ ആർക്കും പറയാൻ പാടില്ല, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ സാറേ, ഞങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ പറയുന്നത്. ഏത് പാവപ്പെട്ടവനെയും രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഏറ്റവും പാവപ്പെട്ടവനായിട്ട് ഭൂമി വന്നത്. അവൻ ധനവാനായിരുന്നെങ്കിലും ദരിദ്രരായി നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു എന്നാണ്. ഏത് ദരിദ്രൻ്റെ മക്കളെയാണ് പശുത്തൊഴുത്തിൽ പ്രസവിച്ച് കിടത്തുന്നത്? ഏത് പാവപ്പെട്ടവൻ്റെ മക്കളായാലും കീറ്റത്തുണി കൊണ്ടും പഴംതുണി കൊണ്ടും അല്ലല്ലോ ജനിച്ച്. അവർ കുട്ടിയുടുപ്പെങ്കിലും മാറ്റി കൊടുക്കാൻ കഴിയാത്തവരാരാ ഇക്കാലത്തുള്ളത്? കർത്താവ് അതുപോലും ഇല്ലാത്തവനായിട്ടാണ് ജനിച്ചത്. എന്തിനാണ് ജനിച്ചതെന്നറിയാമോ? പാവപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു പാവപ്പെട്ടവനും പറയരുത് ഞാൻ പാവപ്പെട്ടവനായി ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് രക്ഷയില്ലെന്ന്. നിൻ്റെ രക്ഷിതാവ് പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ദൈവം കരുണയുള്ളവനാണ്. പണമില്ലാത്തത് കൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിയില്ല എന്ന് ആരും പറയാനിടയാകരുത്. രക്ഷദാനമാണ്. ഏത് ദരിദ്രനെയും ദൈവം രക്ഷിക്കുന്നു. പാപത്തിൻ്റെ ഘനം പാപിയുടെ പണക്കുറവ് കൊണ്ട് കുറയുന്നില്ല. പാപത്തിൻ്റെ ഘനം പണം കൊണ്ട് കൂടുന്നുമില്ല. പാപമാണ്. ദൈവം ചെയ്തെന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ അത് പാപമാണ്. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാലും അത് പാപമാണ്. അതുകൊണ്ട് ദൈവം പാപപരിഹാരത്തിന് ദരിദ്രന്മാർക്കും കഴിയുന്നതായിരിക്കുന്ന മാർഗ്ഗമാണ് നിർദ്ദേശിച്ചത്. അവരോടൊരു കാളയെ കൊണ്ടുവരണമെന്നോ ഒരാടിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. അതിനുള്ള വകയെ അവർക്കില്ല. ഒരുപക്ഷെ അവർക്ക് ഒരു കുറുപ്രാവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങാൻ കാശില്ലായിരിക്കും. തനിക്കുള്ളത് മുഴുവൻ ഇട്ടതായിരിക്കുന്ന ഒരു വിധവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. തൻ്റെ കയ്യിൽ ആകെ 2 കാശേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവളിട്ടു. അതുപോലെയുള്ള വിധവമാരുണ്ട്. അവർക്ക് ഒരു പിടി മാവ് കൊണ്ടുവരാം, ഒരിടങ്ങഴി മാവ് കൊണ്ടുവരാം. അതിനുള്ളതായിരിക്കുന്ന വകയെ ദൈവം അവർക്ക് ഇല്ലെങ്കിൽ കൊയ്ത്ത് നടക്കുമ്പം പോയി കാല പെറുക്കിയാൽ കിട്ടും. ഇസ്രായേൽ അതിനുള്ളതായിരിക്കുന്ന വകുപ്പൊക്കെ വെച്ചിരുന്നു. അങ്ങനെയുള്ള പാവപ്പെട്ട ഒരു കാല പെറുക്കാൻ വരുമ്പോൾ അവർക്ക് മനഃപൂർവ്വം പെറുക്കിയെടുക്കാനായിട്ട് ചിലതൊക്കെ വിട്ടേക്കണം. ചില കറ്റകൾ തന്നെ വയലിൽ മറന്നിട്ട് പോരണം. മനഃപൂർവ്വം മറക്കുക എന്ന് പറയും. അവിടെ കിടന്നോട്ടെ, പാവങ്ങളെടുത്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇസ്രായേലിലെ പ്രമാണങ്ങൾ വെച്ചിരുന്നത്. ഈ ഒരു പിടി മാവ് അവൻ കൊണ്ടുവരുന്ന ഇടങ്ങഴി മാവിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് പുരോഹിതന് അത് യാഗശാലയിൽ ഇങ്ങനെ ഇട്ട് ആ മാവ് കത്തും. ആ മാവ് കത്തുന്നത് ഈ പാവി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവനെന്താ പറയുന്നത്? ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഇതുപോലെ കത്തിപ്പോകേണ്ടതാണ്. കരുണയുള്ള ദൈവം എനിക്ക് പകരമായിട്ട് ഒരു പിടി മാവിനെ കത്തിക്കാൻ പ്രസാദമായി. അങ്ങനെ എനിക്ക് ക്ഷമ തരാനായിട്ട് ദൈവത്തിന് പ്രസാദമായി. അപ്പോൾ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കണം. അത് നിന്ന് ഈ മാവ് കത്തുന്നത്, ധാന്യപ്പൊടി കത്തുന്നത് അവൻ കണ്ട് അത് ഞാൻ കത്തുന്ന കാഴ്ചയാണെന്ന് അവനെ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. അപ്പോഴാണ് അവൻ യഥാർത്ഥമായിട്ടുള്ള പാപത്തിൻ്റെ മോചനം കിട്ടുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന യാഥാർത്ഥ്യം അവൻ എപ്പോഴും ഓർത്തിരിക്കണം. എത്ര പാവപ്പെട്ടവനായാലും ഓർത്തിരിക്കണം, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് അത് മാറ്റിവെക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ധനവാനായതുകൊണ്ട് 2 പ്രാവശ്യം അവനെ കൊല്ലുകയുമില്ല. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. അത് ഒരു പ്രാവശ്യം അനുഭവിക്കേണ്ടവൻ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ പാപത്തെ പാപമായി തന്നെ കാണുന്നവനാണ് ദൈവം. എന്നാൽ പാപത്തിനെ ദൈവം വെച്ചിരിക്കുന്ന സാധാരണ പാപപരിഹാര യാഗമായിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയോ ഒരു കാളക്കുട്ടിയോ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിവില്ല എന്നുള്ളതുകൊണ്ട് ദൈവം നമ്മുടെ സാഹചര്യത്തെ മനസ്സിലാക്കി
നമുക്ക് കഴിയുന്ന ഒരു പ്രാവൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക, ഇല്ലെങ്കിൽ ഒരിടം കഴിയും മാവ് കൊണ്ടുവന്ന് യാഗം കഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ചില പാവപ്പെട്ട ആളുകൾ പറയുന്നത്, സാറേ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പാവങ്ങളാണ്, ഞങ്ങളൊക്കെ പാവം ചെയ്യാതെ ജീവിക്കാനൊക്കെ ഇല്ല. ആര് പറഞ്ഞു പാവം ചെയ്യാതെ ജീവിക്കാനൊക്കെ ഇല്ലെന്ന്? അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ടവനായതുകൊണ്ട് പാവം ചെയ്യാമെന്നാണ്. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? പാവപ്പെട്ടവനായതുകൊണ്ട് പാവം ചെയ്യാം, പാവപ്പെട്ടവന് മോഷ്ടിക്കാം, പാവപ്പെട്ടവന് കൊലപാതകം ചെയ്യാം, പാവപ്പെട്ടവന് വ്യഭിചാരം ചെയ്യാം. എവിടെ പറഞ്ഞിരിക്കുന്നത്? കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് മുതലായിരിക്കുന്ന കൽപ്പനകൾ പാവപ്പെട്ടവനെന്നോ ധനവാനെന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഉള്ള കൽപ്പനകളാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് ധനവും വിദ്യാഭ്യാസവും സോഷ്യൽ സ്റ്റാറ്റസും ഒന്നും വിഷയമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആ കരുണയോടെയാണ് ഞാൻ കാണുന്നത്. എല്ലാവരും, ഒരാളുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയവരാണ്. എന്നാൽ എല്ലാവർക്കും അവരുടെ തെറ്റിന് ഒരുപോലെ യാഗം കഴിക്കാനുള്ളതായിരിക്കുന്ന സ്രോതസ് അവർക്കില്ല. ധനവാന്മാർക്ക് ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് യാഗം കഴിക്കാം, സാധാരണക്കാർക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് യാഗം കഴിക്കാം, അതിനേക്കാൾ ഇല്ലാത്തവർക്ക് പ്രാവും കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കാം, ഒന്നുമില്ലാത്തവർക്ക് ഒരു പിടി മാവ് കൊണ്ടുവന്ന് ഇടങ്കഴി മാവ് കൊണ്ടുവന്ന് യാഗം കഴിക്കാം. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനായതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ രോഗിയായി പോയതുകൊണ്ടോ എനിക്ക് പാവം ചെയ്യാം, ഞാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാവം ചെയ്താൽ ദൈവം കാണുകയില്ല, ദൈവം നോക്കുകയില്ല എന്ന് കരുതരുത്. അത് വിദ്യയാണ്, ആപത്താണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഔദാര്യത്തെ ഒരിക്കലും നമ്മുടെ ബലഹീനതയ്ക്ക് ന്യായമായി നാം എടുക്കാതെ ദൈവം നമ്മെ സഹായിക്കട്ടെ.